ഒരു കഥ പറയൂ. കഥ പറയൂ. കഥ പറയൂ. കഥ 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 കഥയല്ല കഥകൾ. എല്ലാവർക്കും നമസ്കാരം. ബാലഗോകുലത്തിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സമയത്ത് സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി പറഞ്ഞൊരു കഥയാണ് ഇന്ന് പറയാൻ പോണത്. കുട്ടികളെക്കാളും നമ്മൾ മുതിർന്നവർ കേട്ടിരിക്കേണ്ട ഒരു കഥയാണത്. ഒരിടത്ത് ഒരു ചിത്രകാരനുണ്ടായിരുന്നു. ചിത്രം വരയിലൂടെ മാത്രമുള്ള സമ്പാദ്യത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എഞ്ചിനീയറിംഗ് കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹം ഒരു സൈനികനായിട്ട് ജോലി നേടി. ജോലിയിലിരിക്കുമ്പോൾ ഒരു പുതിയ പാലം നിർമ്മിക്കാനുള്ള പ്ലാനും സ്കെച്ചും തയ്യാറാക്കാനുള്ള ഒരു ചുമതല അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അദ്ദേഹം ഒരു ചിത്രകാരനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വിശദമായ പ്ലാനിന് പുറമെ സ്കെച്ചും വരച്ചു. ആ സ്കെച്ചിൽ പാലവും പുഴയും പുഴയിലെ മീനുകളും പാലത്തിനു മുകളിൽ കളിക്കുന്ന 3 കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. മേലധികാരികൾക്ക് ഈ പ്ലാനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പുഴയും മീനും അങ്ങനെയുള്ള വിശദാംശങ്ങളൊന്നും വേണ്ട, സ്കെച്ച് മാറ്റി വരയ്ക്കണം എന്ന് നിർദ്ദേശം നൽകി. അദ്ദേഹം അത് മാറ്റി വരച്ചു. ഇപ്പം അതിൽ പുഴയില്ല, മീനില്ല, പാലവും കുട്ടികളും മാത്രം ബാക്കിയായി. ഇത് കണ്ടപ്പോഴും മേലധികാരിക്ക് ദേഷ്യം വന്നു. ഇതും ശരിയാവില്ല, സ്കെച്ചിൽ നിന്ന് കുട്ടികളെ മാറ്റണം. അങ്ങനെ 3ാമതും മാറ്റിവരച്ചു. പക്ഷേ 3 മൺകൂനകൾ പുതിയതായിട്ട് ആ നിരപ്പിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ ഈ വരച്ച സ്കെച്ചിൽ മൺകൂനകളും മാറ്റിയേ പറ്റൂ. മേധാവി നിർബന്ധം പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ ആ സ്കെച്ച് വരച്ച സൈനികൻ വളരെ വിനയത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു: പാലത്തിലുണ്ടായിരുന്ന 3 കുട്ടികളെ സംസ്കരിച്ച മൺകൂനകളാണ് ആ സ്കെച്ചിലുള്ളത്. അത് മാറ്റാൻ അങ്ങ് ആവശ്യപ്പെടരുത്. കഥ പറഞ്ഞു നിർത്തിയ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ഇത്രയും കൂടി പറഞ്ഞു: മുതിർന്നവരെല്ലാം കുട്ടികളെ മനസ്സിൽ നിന്ന് മറവി ചെയ്തിരിക്കുന്നു. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിന് കാരണം ഇതാണ്. അവരെ നേർവഴിക്ക് നടത്താൻ മുതിർന്നവർ കുട്ടികളുടെ മനസ്സുള്ളവരായി മാറണം. ഈശ്വരൻ തന്ന അമൂല്യ നിധിയാണ് കുഞ്ഞുങ്ങൾ. നാളത്തെ നാടിന്റെ വൈഭവത്തിനായി പിറവിയെടുത്തവർ, നിഷ്കളങ്ക മനസ്സുകൾക്കുടമകളായ ഈശ്വര സ്വരൂപികൾ. ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ, ഒരു മയിൽപീലിയുണ്ടെന്നുള്ളിൽ, വിരസനിമിഷങ്ങൾ സരസമാക്കുവാനിവ ധാരാളമാണെനിക്കെന്നും എന്ന് പാടിയ കവി കുഞ്ഞുണ്ണി മാഷും, കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്നെഴുതിയ കവി AN കക്കാടും. ഈ കവികൾക്കെല്ലാം പ്രായമായപ്പോഴും ഇത്രയും മനോഹരമായിട്ട് ആർദ്രമായിട്ട് എഴുതാൻ സാധിച്ചത് കുട്ടികളുടെ മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ്. നമുക്കും കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും അവരിലൊരാളായിട്ട് മാറാം. എല്ലാവർക്കും സസ്നേഹ നമസ്കാരം.